ജൂലൈ 2025 നടന്ന CPO എക്സാമിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: താഴെ തന്നിരിക്കുന്ന RBIയുടെ പോളിസി കരുതൽ അനുപാത നിരക്കുകളിൽ 2023 ഒക്ടോബർ പ്രകാരം തെറ്റായത് ഏതെന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ഓപ്ഷൻ റിപ്പോ നിരക്ക് 6.50, രണ്ടാമത്തെ ഓപ്ഷൻ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി നിരക്ക് 6.75, മൂന്നാമത്തത് ക്യാഷ് റിസർവ് റേഷ്യോ 4.50, നാലാമത്തത് ബാങ്ക് നിരക്ക് 5.25. ഇതിലേതാണ് തെറ്റ് എന്നുള്ളതായിരുന്നു നമ്മളോട് ചോദിച്ചേക്കുന്ന ചോദ്യം. ഇതിൽ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. ബാങ്ക് നിരക്ക് എന്ന് പറയുന്നത് 6.75 ആയിരുന്നു 2023 ഒക്ടോബർ പ്രകാരം. ബാക്കി എല്ലാ ഓപ്ഷനും തന്നിരിക്കുന്നത് ശരിയാണ്. അടുത്ത ചോദ്യം: പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കമ്പോളത്തിൽ എത്തിക്കുന്നതിന് പറയുന്ന പേരെന്തെന്നാണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഹഡാസ്പർ മാടി, ബി എന്ന് പറയുന്നത് രയതു ബസാർ, സി എന്ന് പറയുന്നത് അപ്നി മാടി, ഡി എന്ന് പറയുന്നത് ഊഴവർ സന്ധി. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ സി അപ്നി മാടി എന്ന് പറയുന്നതാണ് ശരിയായ ഉത്തരം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ഡി ഡോക്ടർ BR അംബേദ്കർ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി BR അംബേദ്കർ ആയിരുന്നു. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതെന്നുള്ളതാണ്. ആർട്ടിക്കിൾ 17, ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 19. ഇത് നാലുമാണ് ഓപ്ഷനായിട്ട് തന്നിട്ടുള്ളത്. ഇതിൽ ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് എന്നുള്ളതാണ്. ഇത് ഓപ്ഷൻ എ 42 ആയിരുന്നു ഇതിൻ്റെ ശരിയായ ഉത്തരം. അതായത് 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം: രാജ്യസഭയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ്. ഓപ്ഷൻ തന്നിരിക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ്. 250 അംഗങ്ങളാണ് രാജ്യസഭയിലുള്ളത്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പം ഓൾ ഓഫ് ദ എബോവ് എന്ന് പറയുന്നത് ഡി ആയിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഇതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം: പ്രാദേശിക ഗവൺമെൻറ്റുകൾ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. 4 ഓപ്ഷനായിരുന്നു തന്നിട്ടുള്ളത്: സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, അവശിഷ്ട അധികാരങ്ങൾ. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം: സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം ആർക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നതെന്നുള്ളതാണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ്, ഓപ്ഷൻ ബി രാഷ്ട്രപതി, ഓപ്ഷൻ സി പ്രധാനമന്ത്രി, ഓപ്ഷൻ ഡി ഗവർണർ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് രാഷ്ട്രപതിക്ക് വേണ്ടിയിട്ടാണ് സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം വിനിയോഗിക്കുന്നത്. ഇതിൻ്റെ ആർട്ടിക്കിൾ കൂടി പറഞ്ഞേക്കാം. ആർട്ടിക്കിൾ 143 പ്രകാരമാണ് ഇത് ചെയ്യുന്നത്. അടുത്തത്: നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്. ഓപ്ഷനായിട്ട് തന്നിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണഘടന, അമേരിക്കൻ ഭരണഘടന, ഐറിഷ് ഭരണഘടന, ഓസ്ട്രേലിയൻ ഭരണഘടന. ഇതിൽ നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് വരുന്നത്. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരായിരുന്നു. ഓപ്ഷൻ എ BP മേനോൻ, ഓപ്ഷൻ ബി സുകുമാർ സെൻ, ഓപ്ഷൻ സി B കൃഷ്ണമേനോൻ, ഓപ്ഷൻ ഡി ഡോക്ടർ ഫസൽ അലി. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി സുകുമാർ സെൻ ആയിരുന്നു.